പൈലറ്റ് തന്നെയാണോ വില്ലൻ എന്ന ചോദ്യമാണ്. അഹമ്മദാബാദ് വിമാനാപകടം നമ്മൾ കണ്ടതാണ്. രാജ്യത്തെ സമീപകാലത്ത് ഏറ്റവും ഞെട്ടിച്ച വിമാന അപകടമാണ്. അഹമ്മദാബാദ് എന്ന ഗുജറാത്തിൻ്റെ തലസ്ഥാനത്തെ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന ഉടൻ തന്നെ താഴേക്ക് പതിച്ചു വീണ വിമാനം ഇല്ലാതാക്കിയത് നിരവധി പേരുടെ ജീവനാണ്. സ്വാഭാവികമായും അത് സംബന്ധിച്ചുള്ള അന്വേഷണം തുടക്കം മുതൽ തന്നെ നടക്കുന്നു. എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ഡ്രീം ലൈനർ വിമാനം, ആ വിമാനത്തിന് മുമ്പും തന്നെ ചില അപകട സൂചനകളുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും വിമാനത്തിൻ്റെ സാങ്കേതിക പിഴവ് എന്ന ഒരു വിലയിരുത്തലാണ് ഇതുവരെ നടത്തിയ അന്വേഷണങ്ങൾ. പക്ഷേ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ മറ്റു ചില കണ്ടെത്തൽ കൂടി പുറത്തു വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്നുമല്ല, ഒരു ഇറ്റാലിയൻ പത്രത്തിൻ്റെ വെളിപ്പെടുത്തലിലാണ്. കോക്പിറ്റ് വോയിസ് റെക്കോർഡറുകളടക്കം പരിശോധിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഇറ്റാലിയൻ പത്രമായ കോറിയ ഡെല്ല റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: അപകടത്തിൽ കൊല്ലപ്പെട്ട പൈലറ്റ് സുമിത് സബർവാളാണ് എൻജിൻ ഓഫ് ചെയ്തു. ആ ഓഫ് ചെയ്തത് കൊണ്ട് തന്നെയാണ് അപകടമുണ്ടായത്. അപ്പോൾ എന്തുകൊണ്ട് അപകടമുണ്ടായി എന്ന ചോദ്യത്തിന് ഉത്തരം സാങ്കേതിക പിഴവല്ല, മറിച്ച് പൈലറ്റ് ബോധപൂർവമായി എൻജിൻ ഓഫ് ചെയ്തു എന്നതുകൊണ്ടാണ്. നമുക്കറിയാം, ഈ അപകടമുണ്ടായ ആദ്യ ദിവസങ്ങൾ തന്നെ ഉയർന്നു വന്ന ഒരു ചോദ്യവും ആയിരുന്നു ഇത്. കാരണം കോക്പിറ്റിനുള്ളിലെ വോയിസ് റെക്കോർഡറിലെ ചില സന്ദേശങ്ങൾ ഒരു പൈലറ്റ് എന്തിനാ അത് സ്വിച്ച് ഓഫ് ചെയ്തു എന്ന ചോദ്യം മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്നു. ആ ചോദ്യം എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിൻ്റെ ഉത്തരമായി അന്ന് സംശയിക്കപ്പെട്ടത് ബോധപൂർവമായി പൈലറ്റ് തന്നെ സ്വിച്ച് ഓഫ് ചെയ്ത എൻജിൻ സ്വിച്ച് പറന്നുയർന്ന ഉടനെ എൻജിൻ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കാം. പിന്നീട് വീണ്ടും എൻജിൻ സ്വിച്ച് ഓൺ ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ ആ എൻജിൻ സ്വിച്ച് ഓൺ ചെയ്താലും പൈലറ്റ് വിമാനം വീണ്ടും പറന്നുയരാൻ ഒരു നിശ്ചിത സമയം വേണം. പക്ഷേ അതിന് സമയം കിട്ടിയില്ല. അപ്പോൾ പൈലറ്റ് സ്വിച്ച് ഓഫ് ചെയ്തു എന്ന സംശയത്തിലേക്ക് തന്നെയാണ് അന്ന് തന്നെ എത്തിയിരുന്നത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി വരികയാണ്. കഴിഞ്ഞ 2025 ജൂൺ 12 നടന്ന ഈ അപകടത്തിൽ എയർലൈനർ വിമാനം അപകടത്തിൽപ്പെടുന്നതിന് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇത് തന്നെയാണ് എന്ന കണ്ടെത്തലാണ്. ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇതുവരെയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. എന്തായാലും പരിശോധിക്കപ്പെടണം. ഏറെ ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇക്കാര്യത്തിൽ പുറത്തു വരുന്നത്. കാരണം പൈലറ്റ് എൻജിൻ ഓഫ് ചെയ്തെങ്കിൽ എന്തുകൊണ്ട് പൈലറ്റ് അത്തരമൊരു നീക്കം നടത്തി? എന്താണ് ഇതിൽ ബാക്കി അന്വേഷണം നടക്കേണ്ടത്? സർക്കാർ ഒരു ഔദ്യോഗികമായ വിശദീകരണം ഇക്കാര്യത്തിൽ എന്ന് പുറത്തുവിടും എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. ഈ പൈലറ്റിൻ്റെ മനോവൈകല്യത്തെ ചൊല്ലിയും അതിൽ സംബന്ധിച്ച നിരവധി ആശങ്കകൾ, പൈലറ്റിൻ്റെ കുടുംബവുമായുള്ള ആശയവിനിമയമൊക്കെ ഈ അന്വേഷണ സംഘം പലവട്ടം നടത്തിയിട്ടുണ്ട്. പക്ഷേ അത്തരം തെളിവുകളും സൂചനകളൊന്നുമില്ല. ഒടുവിൽ ഈ അന്വേഷണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്, നമുക്കറിയാം, രാജ്യത്തിൻ്റെ ഇത്തരം അപകടങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസികൾക്കും അപ്പുറം നമ്മൾ അമേരിക്കയുടെയും ലണ്ടൻ്റെയും ബ്രിട്ടൻ്റെയും ഒക്കെ സഹായത്തോടെ, അത്തരം ഏജൻസികളുടെ ഒക്കെ സഹായത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ അന്വേഷണത്തിൻ്റെ അന്തിമ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഈ റിപ്പോർട്ടിൻ്റെ കൺക്ലൂഷൻ ഇങ്ങനെ എന്നാണ് പറയപ്പെടുന്നത്: അത് പൈലറ്റിൻ്റെ പിഴവ് തന്നെയാണ്. പൈലറ്റിൻ്റെ പിഴവല്ല, പൈലറ്റ് ബോധപൂർവം എൻജിൻ സ്വിച്ച് ഓഫ് ചെയ്തു എന്നതാണ്. അങ്ങനെയെങ്കിൽ ഇത്രയധികം ആളുകളെ അപായപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെയൊരു ഗുരുതരമായ തീരുമാനമെടുക്കാൻ ആ പൈലറ്റ് എന്തുകൊണ്ട് തയ്യാറായി എന്ന വലിയ ചോദ്യങ്ങൾ ഉയരുകയാണ്. ഇതിൽ സർക്കാർ തന്നെ വിശദീകരണം നൽകേണ്ടി വരും. എന്തായാലും ഈ ഇറ്റാലിയൻ പത്രം പുറപ്പെടുവിട്ട കാര്യങ്ങളോട് കേന്ദ്ര സർക്കാർ ഇതുവരെ പ്രതികരിച്ചതായി നമ്മൾ കണ്ടിട്ടില്ല. ഒരു കാര്യം വ്യക്തമാണ്, ഇതിൽ ഒരു ഔദ്യോഗികമായ വിശദീകരണം പുറത്തു വരേണ്ടതുണ്ട്. കാരണം ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി അടക്കമുള്ളവരാണ് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടത്. മാത്രമല്ല, ഈ അപകടത്തിൽ അവശേഷിക്കുന്ന ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന കാര്യമുണ്ട്. അയാളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ഇയാളിനോട് പിന്നീട് മാധ്യമങ്ങൾക്കടക്കം ബന്ധപ്പെടാനും കഴിയുന്നില്ല. അങ്ങനെ രാജ്യം ഇതുവരെയും ഇതിൻ്റെ രഹസ്യാത്മകത നിലനിർത്തി തന്നെയാണ് ഈ അഹമ്മദാബാദ് വിമാനാപകടത്തിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ഉയരുന്ന ചോദ്യം ഇതാണ്: ഇപ്പോൾ പുറത്തു വരുന്ന ഈ റിപ്പോർട്ടിലെ സൂചനകൾ ശരി തന്നെയാണോ? കേന്ദ്ര സർക്കാർ വിശദീകരിക്കണം. ഒരുപക്ഷേ പാർലമെൻറ്റ് സമ്മേളനം തുടരുകയാണ്. പാർലമെൻറ്റിൽ തന്നെ ഇത് സംബന്ധിച്ച ചോദ്യം ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ സർക്കാരിന് വിശദീകരിക്കേണ്ടി വരും എങ്ങനെ അപകടമുണ്ടായി എന്ന കാര്യം. സാങ്കേതിക പിഴവ്, വിമാനത്തിൻ്റെ സാങ്കേതിക പിഴവ് എന്ന വിലയിരുത്തൽ പലവട്ടം പല രീതികളിൽ അന്വേഷണം നടത്തി. എയർ ഇന്ത്യയുടെ പല സാധ്യതകളും ആ തരത്തിലൊക്കെ കമ്പനിയുമായി ബന്ധപ്പെട്ട പല അന്വേഷണങ്ങളൊക്കെ നടന്നതാണ്. പക്ഷേ അതൊന്നുമല്ല. ഒടുവിൽ പൈലറ്റ് ബോധപൂർവമായി ഉണ്ടാക്കിയ അപകടമെന്ന് പറയുമ്പോൾ അതിന് കാരണമെന്ത്? പൈലറ്റിനെ പ്രേരിപ്പിച്ചതെന്ത്? സ്വയം ജീവൻ അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഒപ്പമുണ്ടായിരുന്ന ഇത്ര അധികം ആളുകളെ എന്തുകൊണ്ട് കുരുതി കൊടുത്തു എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയരുകയാണ്. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.